ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ദ വാൻഡർ ടെക്നോക്രാറ്റ്. സോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വിപ്രോ സ്മാർട്ട് ബൾബ് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യേണ്ടതെന്നാണ്. സോ ഞാൻ ജസ്റ്റ് ബൾബിനെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബൾബ് വിപ്രോ ഗാർനെറ്റ്, റൈറ്റ്, നോട്ട് റോങ് ഗൈസ്, വിപ്രോ ഗാർനെറ്റ് സ്മാർട്ട് ബൾബാണ്. നമുക്ക് അലക്സയിലേക്കും കണക്ട് ചെയ്യാം. അത് ഞാൻ അപ്കമിങ് വീഡിയോസിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഫോണിൽ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നാണ്. സോ ഫസ്റ്റ് നമുക്കിത് പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഊരിയെടുക്കാം. നമ്മൾ ഇട്ടേക്കുന്ന ലൈറ്റ് ഊരിയെടുക്കണം. എന്നിട്ട് നമ്മളുടെ സ്മാർട്ട് ബൾബ് എടുത്ത് ഇടണം ഗൈസ്. ഇനി ഇത് പാരിങ് മോഡിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ നിങ്ങൾ ഇനി എല്ലാം കാണാൻ പോകുന്നത് ആപ്പിൽ കൂടെയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് 7 ടൈംസ് ഓൺ ഓഫ് ചെയ്യണം. 1 2 3 4 1 2 3 4 5 6 7. ഇപ്പോൾ ഇത് ബ്ലിങ്ക് ആവുന്നതാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഓൾറെഡി പെയറാക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് ലൈക്ക് ബ്ലിങ്ക് ആവണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ആപ്പിലേക്ക് പോയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് പ്ലേ സ്റ്റോറിലാണ്. നമ്മൾ ജസ്റ്റ് ഈ വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം ഫസ്റ്റ്. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യണില്ല. നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അത് ചെയ്യണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബൾബ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഫ്ലാഷ് ആവുന്നുണ്ട്. സോ ഞാൻ ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യാണ്. 7 ടൈംസ് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ആവും. സോ അത് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. 7 ടൈംസ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് എൻ്റെ വൈഫൈൻ്റെ ആണ്. സോ വൈഫൈൻ്റെ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക ഗൈസ്. ഇനി കൺഫേം ഇൻഡിക്കേറ്റർ റാപ്പിഡ്ലി ബ്ലിങ്ക്, നെക്സ്റ്റ്. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് തന്നെ ഇത് കോൺഫിഗർ ചെയ്യും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. സോ ഇപ്പോൾ നമ്മുടെ ഫോൺ ഇത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളൊരു 2 മിനിറ്റ്സ് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലം വരും. സോ ഇതിൽ നമുക്ക് എന്തെങ്കിലും പേര് ആഡ് ചെയ്യണമെങ്കിൽ പേര് ആഡ് ചെയ്യാം. ജസ്റ്റ് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പേര് ആഡ് ചെയ്യാം. സോ ഞാൻ ബെഡ്റൂം എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ഡൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ വിഷ്വൽസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുകയെന്ന്. അപ്പോൾ ഇതിൽ കുറേ കളർ ഓപ്ഷൻസും ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഇപ്പം കളറ് ഒന്ന് മാറി യെല്ലോ പോലെ ആക്കാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞൂടാ. ഞാൻ യെല്ലോ പോലെ ആക്കുന്നുണ്ട് ഇതിൽ. സോ ഇവിടെ യെല്ലോ ആയിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ കളറ് റെഡ് പോലെ ആക്കുന്നുണ്ട് ഗൈസ്. റെഡ്, ഓക്കെ ഗൈസ്, റെഡ് ആക്കുന്നുണ്ട്. ഇവിടെ റെഡ് പോലെ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ബ്ലൂ ആക്കുന്നുണ്ട്. ഇവിടെയും ബ്ലൂ ആയിട്ടുണ്ട് ഗൈസ്. കൂളല്ലേ, അടിപൊളി. പിന്നെ നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ പോയി ഓഫ് ചെയ്യേണ്ട. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഓഫായിക്കൊള്ളും. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട. യെസ് ഗൈസ്, ഇതാണ് ഇതിലത്തെ ഒരു അടിപൊളി സ്പെഷ്യാലിറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.